ഇങ്ങനെ 11 കഴിഞ്ഞ് 12 കഴിഞ്ഞല്ലേ? ഒരുക്കിയ താരാനീർ നാനാ ഉരുവങ്ങളാനാർ പോലെ അത് കഴിഞ്ഞു. അതിന് വേറൊന്നുമല്ല. എങ്ങനെയാണ് വൃത്തികളെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ അന്ധകരണത്തിന്റെ പരിണാമത്തെയാണ് വൃത്തികളെന്ന് പറയുന്നത്. അതിന് ഉദാഹരണം പറഞ്ഞു വെച്ചാൽ ഉരുക്കിയ ഈയം ഒരു അച്ചിലൊഴിച്ചാൽ ആ അച്ഛന്റെ രൂപം അത് ധരിക്കുന്നത് പോലെ ഈ വൃത്തികൾ പിന്നെ ആകാരം ധരിക്കുന്നതിനെയാണ് ആ വിഷയത്തെ பார்ക്കുമ്പോൾ അതുപോലെ ആവും. ആ വിഷയത്തിന്റെ രൂപത്തിൽ അത് ആയിത്തീരും. ഇതിനെയാണ് വൃത്തികൾ എന്ന് പറയുന്നത്. പിന്നെ എല്ലാം എങ്ങനെയാണ് ഇന്ദ്രിയദ്വാര പുറപ്പെട്ട് വന്ന് ആ വൃത്തി അതുമായിട്ട് ചേർന്ന് അതിന്റെ ആവരണത്തെ മാറ്റുന്നതാണ്. അതിനു മുമ്പ് എങ്ങനെ ഇരുന്നു എന്ന് ചോദിച്ചാൽ ഈ ലോകമെല്ലാം നമുക്ക് ഒരു മൂടൽ പോലെ ഇരിക്കുകയായിരുന്നു. എല്ലാം ഉണ്ട്, അതെന്നും ഇതെന്നും പറഞ്ഞ് ഉള്ള രൂപത്തിൽ മാത്രം പ്രകാശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലാണ് എന്താണെന്നുള്ള ഒരു ഇച്ഛയോടുകൂടി അത് വെളിപ്പെട്ടപ്പോൾ അതിന് ഗ്രഹിക്കാൻ പറ്റാതെ വന്നു. അതാണ് ഗ്രഹിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് അതിൽ ഒരു ആരോപമായിട്ട് ഈ നാമരൂപം തോന്നിയത് എന്നുള്ളത്. നാമരൂപം തോന്നിയപ്പോൾ എന്ത് സംഭവിച്ചു? അതിന്റെ യഥാർത്ഥ സത്ത വിസ്മരിക്കപ്പെട്ടു. അത് എങ്ങനെയാന്ന് ചോദിച്ചാൽ സ്വർണത്തില് മാലയും വളയും ഒക്കെ രൂപപ്പെട്ടപ്പോൾ അതിന്റെ ഉപാദാനമായിട്ടിരുന്ന സ്വർണത്തെ വിസ്മരിച്ചാണ് അതിന്റെ നാമരൂപങ്ങളെ നോക്കിയ ആളുകൾ മാലയെന്നും വളയെന്നും ഒക്കെ പറഞ്ഞ് വ്യവഹരിക്കുന്നു. ഇത് പറയുന്ന വ്യവഹാരത്തിന് കാരണം രണ്ടൊന്ന് വന്നതാണ്. ഇത് അന്യമല്ലാത്ത സ്വർണമെന്ന് കാണുന്ന ആ ഒരു അദ്വൈത ബുദ്ധിക്ക് ഈ വ്യവഹാരം ഇല്ലാതായി അതിന്റെ സ്വരൂപത്തെ പൂർണ്ണമായി ഗ്രഹിക്കാൻ സാധിക്കുന്നു. വ്യവഹാരം ഇല്ലാതാക്കാനാണ് സത്യത്തില് വേദം ശ്രമിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ ഒന്നേ ഉള്ളൂ, അത് താൻ മാത്രമാണ്. ഈ ഒന്നായിട്ട് ഇരുന്ന താൻ എങ്ങനെയാണ് രണ്ടായി വന്നത്, രണ്ടെന്നുള്ള നിലയിൽ വന്നതെന്ന് ചോദിച്ചാൽ രണ്ടായി വന്നതല്ല, രണ്ടെന്ന് നമുക്ക് തോന്നിയതില് താല്പര്യത്തോടു കൂടി നോക്കിയപ്പോൾ അത് ഈ നാമരൂപങ്ങൾ ഏർപ്പെട്ട് അത് രണ്ടായതാണ്. അന്യമായത് ഒന്നായതാണ്. വാസ്തവത്തിൽ അപ്പോഴും അത് ഒന്നു തന്നെയാണ്. ആ സത്ത തന്നെയാണ്, ആ സ്വന്തം തന്നെയാണ് എല്ലാമായിട്ട് നിൽക്കുന്നത്. കനകൈക മഹാദിഷ്ടു എന്നാണ് പറയുന്നത്. വേദം പറയുന്നത് കനകൈക മഹാദിഷ്ടു. കനകമെന്ന് കാണണം, അതുപോലെ ദിലം താണെന്ന് കാണണം. ഇതാണ് ഇവിടുത്തെ തങ്ങളിലുള്ള. ഇതാണ് നമുക്ക് ഈ 12-ാം അധ്യായത്തിലൂടെ പറഞ്ഞു തന്നത്. 13-ൽ പറയും, എരികിന്റെ വിളക്കാൽ കണ്ണാൽ ഇരുപൊരുൾ കാണൽ വേണ്ടും, തെരുകിന്റെ പരിധി കാണ ചെണ്ടിടർ കണ്ണേ പോതും, വിരികിന്റെ ചകത്തെ കാണ വിരുത്തിയും ഫലമും വേണ്ടും, ഒരുകിന്റെ വിരുത്തി ഒന്നേ പോതും മെയ്പ്പൊരുൾ കാൺപതർക്കേ. എരികിന്റെ വിളക്കാൽ കണ്ണാൽ ഇരുൾ പൊരുൾ കാണൽ വേണ്ടും, തെരുകിന്റെ പരിധി കാണൽ ചെഞ്ചിടും കണ്ണേ പോതും, വിരികിന്റെ ചകത്തെ കാണ വിരുത്തിയും ഫലം വേണ്ടും, ഒരുകിന്റെ വിരുത്തി ഒന്നേ പോതും മെയ്പ്പൊരുൾ കാൺപതർക്കേ. ചിതാഭാസൻ പുരുകിന്റെ വിരുത്തി, മുമുക്ഷുകൾ ഇഷ്ടപ്പെടുന്ന അഖണ്ഡാകാര വൃത്തി ഈ പദ്യത്തിന്റെ അർത്ഥം സ്പഷ്ടമാക്കിയിരിക്കുന്നതിനാൽ വിവരിക്കുന്നില്ല. മൂല 8 മുതൽ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു തീർന്ന ശേഷം ചുരുക്കത്തിൽ അതിന്റെ സാരം എഴുതുന്നത് കാണുക എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ എരികിന്റെ വിളക്കാൽ കണ്ണാൽ ഇരുൾ പൊരുൾ കാണൽ വേണ്ടും, തെരുകിന്റെ പരിധി കാണൽ ചെണ്ടിടർ കണ്ണേ പോതും, വിരികിന്റെ ചകത്തെ കാണൽ വിരുത്തി ഫലമും വേണ്ടും, ഒരുകിന്റെ വിരുത്തി ഒന്നേ പോതും മെയ്പ്പൊരുൾ കാൺപതർക്കേ എന്നുള്ളത് നമുക്ക് നേരത്തെ പറഞ്ഞതിന്റെ വേണമെങ്കിൽ പറയാം. അതായത് ഒരു വിഷയത്തെ അറിയണമെങ്കിൽ വൃത്തിയും വേണം, ഫലനും വേണം. ഇവിടെ ഫലൻ എന്ന് പറയുന്ന അല്ല, അങ്ങനെയല്ല. ഫലൻ എന്ന് പറയുന്നതിന് ചിതാഭാസൻ എന്ന് പറയുന്നത്. ഇവിടെ പറയുന്ന പർട്ടിക്കുലറായിട്ട് ഒരു കാര്യമാണ്. ഒരു വിഷയത്തെ അറിയണമെങ്കിൽ 2 കാര്യങ്ങൾ വേണം. ഒന്ന് വെളിച്ചം വേണം, കാണുന്ന ആൾ വേണ്ടേ. അപ്പൊ വൃത്തിയും ഫലനും, ഈ ചിതാഭാസൻ എന്നുള്ള ഫലനും വൃത്തിയും കൂടെ ചേർന്നാൽ മാത്രമേ ഒരു വിഷയത്തെ അറിയാൻ പറ്റുള്ളൂ. സാധാരണ വിഷയാകാര വൃത്തി അങ്ങനെയാണ് കാണുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ വൃത്തി പോയി അതിന്റെ ആവരണത്തെ മാറ്റുന്നതാണ്. എങ്ങനെയാണ് ആവരണത്തെ മാറ്റുന്നതെന്ന് ചോദിച്ചാൽ തഥാകാരമാണ്. വൃത്തി പോയി അതിന് തഥാകാരമാണ്.
തഥാകാരമായതിനെ തന്നെ വൃത്തിയിൽ ആരൂഢമായി ചിതാഭാസന അത് മരമെന്നറിയും, അല്ലെങ്കിൽ അത് ഘടമെന്നറിയും. അങ്ങനെയാണ് നമ്മളുടെ ഈ ലൗകികമായ കാര്യങ്ങളെല്ലാം അറിയുന്നത്. അങ്ങനെയാണ് ചിതാഭാസന ഒരാൾ ആബ്സെന്റ് ആണെങ്കിൽ കണ്ണു മാത്രം കൊണ്ടും മനസ്സുകൊണ്ടും വൃത്തി വരില്ല. അതുകൊണ്ടാണ് വൃത്തി ഇല്ലെങ്കിലും അതുപോലെ ചിതാഭാസന ഇല്ലെങ്കിലും ഒന്നും അറിയാനൊക്കില്ല. സുഷുപ്തി അതിന് വലിയ ഉദാഹരണമാണ്. സുഷുപ്തിയിൽ വൃത്തിയില്ല, കാരണം അതിൽ ചിതാഭാസൻ അവിടെ ഈ അഹങ്കാരി, ചിതാഭാസന തന്നെ അഹങ്കാരി എന്ന് പറയും. ഈ അഹങ്കാരി അവിടെ ഇല്ല. അഹങ്കാരി ഇല്ലാതെ നിൽക്കുമ്പോൾ വെളിയിൽ കണ്ണ് തുറന്നിരിക്കട്ടെ, കണ്ണിങ്ങനെ തുറന്നു വെച്ചാലും ശരി ഒന്നും കാണുന്നില്ല. അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഒരു വിഷയത്തെ അറിയണമെങ്കിൽ രണ്ട് കാര്യം വേണം, ചിതാഭാസനും വേണം, വൃത്തിയും വേണം. വിക്രം, വൃത്തി എന്താണ് ചെയ്യണത്? വൃത്തി എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയദ്വാര വെളിപ്പെടും. അത് മനസ്സിൻ്റെതാണ് വൃത്തി. ആ വൃത്തി ഇന്ദ്രിയദ്വാര വെളിപ്പെട്ട് അത് കാതിൽ കേൾക്കേണ്ടതാണെങ്കിൽ കാത് വഴിയാണ് വെളിപ്പെടുന്നത്. വെളിപ്പെട്ടിട്ട് ആ വിഷയത്തിന്റെ ആവരണത്തെ മാറ്റും. ഈ ആവരണത്തെ മാറ്റുന്നത് എങ്ങനെയാണ്? വൃത്തി ആ വിഷയത്തിന്റെ ആകാരം പ്രാപിക്കും. ആകാരം പ്രാപിച്ചുടനെ ആ വൃത്തിയിൽ ആരൂഢമാണ് ചിതാഭാസൻ. ആ ചിതാഭാസനാണ് അറിയുന്നത് ഇത് ഇന്നത് ഇന്നതെന്ന് അറിയുന്നത്. സാക്ഷി എങ്ങനെയാണെങ്കിലും അറിയാമല്ലോ. ഇവരെ രണ്ടുപേരെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അത് ഒന്നുമായിട്ടും ചേർന്നിട്ടില്ല. ഇതിനെയാണ് വാസ്തവത്തിൽ നമ്മൾ ഇതിപ്പോ ഇവിടെ നടക്കുന്ന ഒരു പ്രക്രിയ പറഞ്ഞു ഈ രൂപത്തിലാണ്. അപ്പൊ വൃത്തിയും ഫലനും കൂടും. നേരത്തെ പറഞ്ഞു വികാരമേ മനമൻപാറുകൾ. മനസ്സെന്ന് പറയുന്നത് തന്നെ വൃത്തിയും ഫലവും കൂടെ ചേർന്ന ഒരു സമുദായ അവസ്ഥയാണ്. ചിതാഭാസനില്ല, പറ്റൂല. ചിതാഭാസനാണ് വിളക്ക്. വിളക്ക് മറ്റത് അതിന്റെ ആകാരത്തെ ഇതാക്കി നിൽക്കുകയാണ് ജീവൻ. ചിതാഭാസൻ ജീവനൊന്നും പറയാൻ. ഇവിടെ ചിതാഭാസൻ എന്ന് തന്നെ പറയണം. അതാണ് ചിതാഭാസം. ചിത്തിൽ ആഭാസമായത്, അതിൽ ആഭാസമായിരിക്കുന്നത് പ്രതിബിംബം. അതേ പ്രതിബിംബ ജീവൻ എന്ന് പറയും. പ്രതിബിംബം. എരികിന്റെ വിളക്കാൽ കണ്ണാൽ ഇരുൾ പോലും കാണ്ടവേണ്ടും, തെരുകിന്റെ പരിധി കാണൽ ചെന്നിടർ കണ്ണേ പോതും, വിരുകിന്റെ ജഗത്തെ കാണ വിരുത്തിയും ഫലമും വേണ്ടും, ഗുരുകിന്റെ വിരുത്തി ഒന്നേ പോതും മെയ്പ്പൊരുൾ കാൺപതർക്ക്. ഇവിടെ വേറൊരു കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ ആത്മസ്വരൂപത്തെ അറിയുന്നതെങ്കിൽ കേവലം ഈ വൃത്തി മാത്രമാണ്. വൃത്തി ഫലം വേണ്ട. ഫലം എന്ന് പറയുമ്പോൾ ഈ ചിതാഭാസൻ വേണ്ട. വേറെ വിധത്തിൽ പറഞ്ഞാൽ അത് അറിയണമെന്നുള്ള ആഗ്രഹം വേണ്ട. ഇതിനെ അറിയണമെന്നുള്ള ആഗ്രഹമാണ് ചിതാഭാസം. ഈ ആഗ്രഹം വാസ്തവത്തില് നമ്മൾ ചെറുതാക്കിയത്. യഥാർത്ഥത്തിൽ അതിനെ അറിയാമെന്ന് പറഞ്ഞാലും അതായിരിക്കാം വൃത്തി എന്ന് വെച്ചാൽ അഖണ്ഡാകാരമായിട്ട് നിൽക്കുന്നതാണ് ആ വൃത്തി. ഈ അഖണ്ഡാകാര വൃത്തിയാണ് വിഷയകാര്യത്തിൽ ചുരുങ്ങിപ്പോണത്. അതാണ് രജോ ഗുണം തമോ ഗുണങ്ങളാണ് ഈ ഖണ്ഡാകാരമാക്കി മാറ്റുന്നത്. വാസ്തവത്തിൽ മനസ്സിന്റെ ശരിക്കുള്ള വൃത്തി എന്ന് പറഞ്ഞാൽ അഖണ്ഡാകാര വൃത്തിയാണ്. എങ്ങനെ അറിയാം എന്നറിഞ്ഞാൽ മനസ്സിന്റെ യഥാർത്ഥ ഗുണം സത്വഗുണമാണ്. മനസ്സ് സത്വ സ്വരൂപം. മറ്റു രണ്ടും വന്ന് കലന്തന. ഈ രജോ ഗുണം തമോ ഗുണങ്ങൾ അവിദ്യ ഇതിൽ വന്ന് ചേർന്നതാണ്. സ്വാമി ഒരു കഥ പറയാൻ എങ്ങനെയാണ്, ഒരു മൊയിലൊരിക്കൽ ഇങ്ങനെ അതിന്റെ കൂട്ടിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു പോലും. ആ സമയത്താണ് മുള്ളംപന്തി നനഞ്ഞ് കുളിച്ച് വരെയാണ്. മുള്ളംപന്തിയെ കണ്ടപ്പോൾ അപ്പൊ ഈ നനഞ്ഞു കഴിഞ്ഞാൽ മുള്ളെല്ലാം ഇങ്ങനെ താണിങ്ങനെ കിടക്കുമല്ലോ, ആ പോലെ തോന്നും. അപ്പൊ മുയിൽ പറഞ്ഞു, പിന്നെ കയറി നിന്നോളൂ, വിഷ്ണിക്കേണ്ട, കയറി നിന്നോളൂ എന്ന് പറഞ്ഞു. ഇപ്പൊ യഥാർത്ഥത്തില് മുള്ളംപന്തിക്കും മുയലിനോട് വിരോധമൊന്നുമില്ല. ചെയ്ത ഉപകാരത്തിന് നന്ദിയോടുകൂടി തന്നെ കയറി നിന്നു. പക്ഷേ നനവ് കുറയുന്നതനുസരിച്ച് ഈ മുള്ളിങ്ങനെ പതുക്കെ പൊങ്ങി വരാൻ തുടങ്ങി. വന്നപ്പോൾ അത് മറ്റേതിന്റെ ദേഹത്ത് തട്ടാൻ തുടങ്ങി. തട്ടിയപ്പോൾ അത് കുറേശ്ശെ പുറകോട്ട് മാറിപ്പോയത്. ചുരുക്കം പറഞ്ഞാൽ അത് കൂട്ടുന്ന വെളിയിലാണ് ഇപ്പോൾ. ഈ ഇദ്ദേഹം അവിടെ സ്ഥാനം പിടിച്ചു. ഇതാണ് രജോ ഗുണ തമോഗുണങ്ങളെ പറ്റി പറഞ്ഞൊരു കഥ. ഇതുപോലെയാണ്. അതായത് നമ്മുടെ യഥാർത്ഥ ഗുണം, മനസ്സിന്റെ യഥാർത്ഥ ഗുണം സത്വഗുണമാണ്. പക്ഷെ ഈ സത്വഗുണം ഇപ്പോൾ വെളിയിലാണ്. അതുകൊണ്ടാണ് മനുഷ്യർക്കെല്ലാം കാരുണ്യം, സ്നേഹം, ദയ, പിന്നെ ആർദ്രത, ഈ ഭക്തി, ഇതെല്ലാം സത്വഗുണത്തിന്റെ ചേലാണ്. ഈ ചേൽ ആർക്കും കുറവല്ലേ? പൊതുവെ കുറവ് കാണുന്നില്ലേ? എല്ലാവർക്കും അല്ല. അതിൽ നല്ല ഉത്തമന്മാരായ ആളുകൾക്ക് കുറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ സാധാരണ ഭൂരിപക്ഷം ആളുകൾക്കും ഈ നിലയിൽ ഒരു വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്കൊരു
കഥയിലൂടെ ചിന്താനസ്വാമി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ്. അപ്പൊ സത്വഗുണം ആണ് അഖണ്ഡാകാര വൃത്തി. ശരിക്കും പറഞ്ഞാൽ മനസ്സ് ഏകമാണ്, അഖണ്ഡമാണ് മനസ്സ്. അങ്ങനെ അത് എങ്ങനെ പറയുമ്പോൾ മനസ്സ് എന്താണ്? സത്വഗുണത്തിലാണ് ഇരിക്കുന്ന മനസ്സ്. പക്ഷെ രജോ ഗുണം തമോ ഗുണങ്ങളിൽ എങ്ങനെ വന്നു ചേർന്നു എന്ന് ചോദിച്ചിട്ട് അവർ പറഞ്ഞു ഇത് മാറ്റിയേ പോവും. അതുകൊണ്ടാണല്ലോ മാറ്റാൻ പറ്റുന്നത്. സത്വഗുണ രൂപത്തിൽ അഖണ്ഡാകാരമായി നിൽക്കുന്നത് തന്നെയാണ് ജ്ഞാനമായിട്ട്, സമാധി ജ്ഞാനമായിട്ട് പറയുന്നത്. മനസ്സിലായില്ലേ? മനസ്സ് സത്വഗുണമായിട്ട് നിൽക്കാതെ ഇരിക്കുകയല്ല നമ്മളത്. പക്ഷെ ഫ്ലക്ച്വേഷൻ വരുന്നു. ആ ഫ്ലക്ച്വേഷൻ ഇതിൽ വരുമ്പോൾ അത് മറ്റവർ അവർ വന്ന് കയറിയതിന്റെ ചേലാണ്. അതാണ് അവിദ്യ. ഇതിനെ പരിപൂർണമായി റിമൂവ് ചെയ്ത് നിൽക്കുന്ന ഒരു നില നമ്മൾ ശീലിക്കാം. വാസ്തവത്തിൽ ഉണരാം. എങ്ങനെ ഉണരാം? അത് ഗുരുവിൽ ഭക്തി വെക്കുക, ഗുരു വേദാന്ത ശാസ്ത്രങ്ങളിൽ അമിതമായ പ്രേമം വെക്കുക, വിശ്വസിക്കുക, ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ ഈ പറയുന്ന തമോ ഗുണ രജോ ഗുണങ്ങൾ ഈ അവിദ്യ ഇല്ലാതാവും. ഈ അവിദ്യ നശിക്കുന്നതിനെയാണ് ജ്ഞാനം എന്ന് പറഞ്ഞത്. അതാണ് നമ്മൾ അഹങ്കാരിയുടെ നാശമാണ് ജ്ഞാനം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനെ നശിപ്പിക്കാൻ എന്താ ചെയ്യണം? വാസ്തവത്തിൽ ഇത് വന്നു ചേർന്നതാണ്. അത് എന്തുകൊണ്ട് വന്നു ചേർന്നു? നമ്മൾ അവിവേകം കൊണ്ട് വന്നു ചേർന്നു. അതുകൊണ്ട് നമ്മൾ വിവേകം കൊണ്ട് ഇതിനെ ഇളക്കി മാറ്റിക്കണം. വിവേകം കൊണ്ട് മാറ്റിക്കഴിഞ്ഞാൽ ഈ മനസ്സിന്റെ യഥാർത്ഥ സ്വരൂപം അഖണ്ഡാകാരമാണ്, സത്വഗുണപ്രധാനമാണ്. മനസ്സെപ്പോഴും അടിസ്ഥാന ഗുണമാണ് മനസ്സിന്റെ. അത് സത്വഗുണം, അതാണ് വാസ്തവം. അതിൽ ജ്ഞാനമാണ്. എല്ലാവരും ജ്ഞാനികളാണ്. പക്ഷെ ഇവർ രണ്ട് തള്ളിക്കയറി അജ്ഞാനികളാക്കി നിർത്തിയിരിക്കുകയാണ്. അജ്ഞാനി എന്ന് പറയുമ്പോഴും അതിന്റെ മൂലമായിട്ട് നിൽക്കുന്നത് ആ ജ്ഞാനം തന്നെയാണ്. ആ സത്വഗുണം തന്നെയാണ് ഇതിന്റെ മെയിനായിട്ട്. പിന്നെ ഈ ഗുണങ്ങളെ പറ്റി പറഞ്ഞു ഈ സത്വഗുണം മാത്രമായിട്ട് നിൽക്കില്ല. സത്വഗുണം, രജോഗുണം, തമോ ഗുണം, ഇവർ മൂന്നുപേരും ഇങ്ങനെ കമ്പൈൻഡ് ആയിട്ട് നിൽക്കുള്ളൂ. പക്ഷെ ഇതിൽ സത്വഗുണം പ്രധാനമാക്കി നിർത്തുന്നതിനെയാണ് വിവേകം എന്ന് പറയുന്നത്. സത്വഗുണം അധികരിപ്പിച്ച് നിർത്തുക. അതിനവർ തന്നെ സൂത്രം പറഞ്ഞു തന്നു. എന്താണ്? എപ്പോഴും ശ്രദ്ധാഭക്തിയോടുകൂടി സത്സംഗം, ഈ ഈശ്വര കാര്യങ്ങളിലുള്ള പ്രവൃത്തികൾ, തീർത്ഥാടനം എല്ലാം ഉണ്ട്. എല്ലാം കൂടെ ചേർത്ത് മനസ്സിലെപ്പോഴും സത്വഗുണത്തിൽ തന്നെ നിലനിർത്തി വന്നാൽ അവർ പറയുന്നു ഈ അഖണ്ഡാകാര വൃത്തി ഇതിൽ വരും. എപ്പോഴഖണ്ഡാകാര വൃത്തി വരുന്നോ ഉടനെ തന്നെ ഈ കൂടസ്ഥനെ മറച്ചിരിക്കുന്ന ആവരണത്തിനെയാണ് ഈ അഖണ്ഡാകാര വൃത്തി ഇല്ലാതാകുന്നത്. കൂടസ്ഥൻ എന്ന് പറഞ്ഞാൽ തന്റെ യഥാർത്ഥ ആത്മസ്വരൂപം പ്രത്യേകാത്മാവിനെ ദർശിപ്പിക്കും. ആ പ്രത്യേകാത്മാവിനെ ഇപ്പൊ മറച്ചിരിക്കുകയാണ്. ഇപ്പൊ വിഷയങ്ങൾ എങ്ങനെയാണോ സാമാന്യമായി മറഞ്ഞിരിക്കുന്നത്, ആ മറഞ്ഞിരിക്കുന്ന വിഷയങ്ങളിൽ ചിതാഭാസൻ ഇതെന്താണെന്നുള്ള ഒരു ഇച്ഛയോടുകൂടി വെളിപ്പെടുമ്പോൾ വൃത്തി തഥാകാരം പ്രാപിച്ച് അതിലാരൂഢമായി ചിതാഭാസൻ അതിനെ അറിയുന്നത് പോലെ ഇവിടെയും അഖണ്ഡാകാര വൃത്തിജ്ഞാനം കൂടസ്ഥനെ മറിച്ച ആവരണത്തിന് നീക്കും. കൂടസ്ഥനാണ് വാസ്തവത്തിൽ പ്രത്യേകാത്മാവ്. ഈ ആത്മാവിന്റെ പേരാണ് കൂടസ്ഥൻ. കൂടസ്ഥാത്മാവ് എന്നാണ് പറയുന്നത്. ആ കൂടസ്ഥ ആത്മാവിനെ മറിച്ച ആവരണത്തിന് മാറ്റുന്നതിനാണ് ഈ അഖണ്ഡാകാര വൃത്തിയാണ്. അതുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യം ഇതിൽ കൊടുത്തിരിക്കുന്നത്. മനസ്സ് സത്വഗുണം. നമ്മുടെ ചിന്താനസ്വാമിയെ പറ്റി പറയുന്നത് അദ്ദേഹത്തിന്റെ മൂല ഗുണം എന്ന് പറയുന്നത് സത്വഗുണമാണ്. എല്ലാവരും സത്വഗുണക്കാരല്ല. ഇതിൽ തന്നെ ജ്ഞാനികളിൽ തന്നെ അവരുടെ ജന്മം കൊണ്ട് ഗുണങ്ങളിൽ ചില ഗുണങ്ങൾ മുന്നിൽ നിൽക്കും. മാധവസ്വാമി ഇന്നലെ രജോഗുണ പ്രധാനിയാണ്. രജോഗുണ പ്രധാനിന്റെ ശുദ്ധ രജസാണ് അവർ. ജ്ഞാനത്തിലേക്ക് വന്ന് കയറി ആ ശുദ്ധ രജസ് അതിൽ എന്താണ് വേണ്ടത്? ഈശ്വര കാര്യത്തിലുള്ള ആഭിമുഖ്യത്തോടുകൂടി നിൽക്കുക. ഓരോ മഹത്തുക്കളും ഓരോ ഗുണക്കാരാണ്. അതിൽ ഈ സത്വഗുണക്കാരുടെ പ്രത്യേകത നമ്മുടെ ഗുരുദേവൻ പറഞ്ഞ് കേട്ട ഇതാണ്, ഇവർ ആചാര്യന്മാരാണ്. സത്വഗുണത്തിൽ വരുന്നവരെയാണ് ആചാര്യന്മാർ. ആചാര്യൻ എന്ന് വെച്ചാൽ അവർക്ക് നില മാറില്ല. അവരെന്ത് ചെയ്താലും അവരുടെ ജ്ഞാനം മാറില്ല. ഒരാളുടെ ദേഷ്യപ്പെടാൻ, ഒരാളിനെ അടിക്കാൻ മാറില്ല. എന്തെല്ലാം മുഖത്ത് നോക്കി പുച്ഛിച്ചാലും മാറില്ല. അവരുടെ നില മാറില്ല. അതേസമയം മറ്റവർക്ക് സ്വല്പമാണെങ്കിലും മാറും, സ്വല്പം വിട്ടുപോകും. മോൻ ആചാര്യസ്ഥാനത്താണുള്ളത്. സുപ്രാസിദ്ധ സ്വാമി മോൻ ആചാര്യസ്ഥാനത്താണ്. ആചാര്യൻ എന്ന് പറഞ്ഞാൽ അർത്ഥം സത്വഗുണ പ്രധാനിയാണ്. അത് ഒരു ജീവികൾക്കും ഹാനി വരുത്തില്ല. അവര് വഴി അവർക്ക്
എന്തെല്ലാം കുറ്റങ്ങൾ ഒരാൾ ചെയ്താലും അത് ക്ഷമിക്കുന്ന സ്വഭാവക്കാരാണ് അവർ. അവർക്ക് മാത്രമേ ഈ ശിഷ്യവൃന്ദത്തെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വലിയൊരു ശിഷ്യവൃന്ദത്തെ ഉണ്ടാകും. അവരെയൊക്കെ നമ്മൾ കോമണായിട്ട് അറിയപ്പെടും. നമ്മുടെ ഗുരുദേവൻ ശ്രീരാമാനന്ദ ഗുരുദേവൻ ആ രീതിയിലുള്ള ആൾ, അതുപോലെ നാരായണ ഗുരുദേവൻ ആ രീതിയിലുള്ള ആളാണ്. സത്വഗുണ പ്രധാനിയാണ്. ആരൊക്കെ പരക്കെ അറിയപ്പെടുന്നു അവരെല്ലാം ഈ സത്വഗുണ പ്രധാനികളായിട്ടുള്ള ജ്ഞാനികളാണ്. മറ്റവരുടെ ജ്ഞാനം കുറവെന്നോ കൂടുതലെന്നോ ഒന്നും വേദം പറയുന്നില്ല. പക്ഷേ ആചാര്യ പദവിയിലേക്ക് വരുന്ന ഇവരാണ്. ഇവർക്ക് വരാൻ പറ്റുള്ളൂ പൊതുവെ പറയണം. ഇരിക്കട്ടെ. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു തന്നത് മനസ്സിന്റെ യഥാർത്ഥ ഗുണം സത്വഗുണമാണ്. സത്വഗുണം എന്ന് പറയുന്നതിന്റെ ജ്ഞാനം, അതെങ്ങനെ ജ്ഞാനം? ആനന്ദം കൊണ്ട് ഒളിച്ചു മറിമറന്ന് നടക്കുന്നവരാണ് ഇവര്. എപ്പോഴും ആനന്ദത്തിൽ തന്നെ വിരാജിക്കുക. മനസ്സിലായി? അവർക്ക് ഒരു നിമിഷം പോലും അതിൽ നിന്ന് മാറേണ്ടി വരില്ല. കാരണം ചിലർക്ക് അങ്ങനെയല്ല, കണ്ണു തുറന്നു പോയാൽ എല്ലാം തുറക്കും. ചിലർക്ക് ആരെയും കാണുന്നതിൽ, അതുകൊണ്ടാണ് ചിലർക്ക് എല്ലാം വിട്ടുപേക്ഷിച്ച് എവിടെയെങ്കിലുമൊക്കെ പൊക്കളയാനും അവർക്ക് പറ്റില്ല. കാരണം അതിനെ നിലനിർത്താനായിട്ട് ചില കാര്യങ്ങൾ തടസ്സമായിട്ട് വരും. അത് പൂർവ്വജന്മത്തിലെ ചില പ്രാരബ്ധങ്ങളാണ്. അതിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന രൂപത്തിലാണ് ഇവരെല്ലാം ചിലരൊക്കെ നിൽക്കുന്നത്. വിരുത്തി 14ാമത്തെ പദത്തിലേക്കാണ്. വിരുത്തിയും ബലനും കൂടും വികാരമേ മനമൻപാർകൾ, കരുത്തഴും വിരുത്തി വേണ്ടും കണക്കിനാൽ മനത്ത് കെട്ടും, വരുത്തിയ പരമാമിന്ത മനത്ത് കെട്ടാതെ കണ്ടായി, അരുത്തം ഇപ്പടി എന്റെ അയ്യമകന്ത് നീ തെളിന്തിടായ. വൃത്തിയും പലനും കൂടും വികാരമേ മനമൻപാർകൾ, കരുത്തഴു വൃത്തി വേണ്ടും കണക്കിനാൽ മനത്ത് കെട്ടും, വരുത്തിയ പരമാമിന്ത മനത്ത് കെട്ടാതെ കണ്ടായി, അരുത്തം ഇപ്പടി എന്റെ അയ്യമകന്റെ നീ തെളിന്തിടായേ. അന്ധകരണത്തിന്റെ വൃത്തിയും ചിതാഭാസം എന്ന ഫലവും കൂടി നിൽക്കുന്ന പരിണാമമാണ് മനസ്സെന്ന് മഹത്തുക്കൾ പറയുന്നത്. അന്ധകരണത്തിന്റെ വൃത്തിയും ചിതാഭാസം എന്ന ഫലവും ചേർന്ന് നിൽക്കുന്ന ഒരു പരിണാമത്തെയാണ് മനസ്സെന്ന് മഹത്തുക്കൾ പറയുന്നത്. കരുത്തഴു വിരുത്തി വേണ്ടും കണക്കിനാൽ അന്ധകരണത്തിൽ നിന്ന് എഴുതുന്ന ബ്രഹ്മാകാര വൃത്തി മാത്രത്തെ അപേക്ഷിക്കുന്ന ന്യായത്താൽ മനത്ത് കെട്ടും, ബ്രഹ്മ മനസ്സിന് വിഷയമാകും. എന്നാൽ വരുത്തിയ സൃഷ്ടി തുടങ്ങി ഇതുവരെയും തുன்பമുണ്ടാക്കിയ ഫലം ആം ഇന്ത മനത്തിற்கு ചിതാഭാസം എന്ന ഫലത്തോടു കൂടിയ ഈ മനസ്സിന് എട്ടാത് ബ്രഹ്മം വിഷയമാകയില്ല. അരുത്തം ഇപ്പടി എന്ത് ബ്രഹ്മം എത്തുകയില്ല എന്ന ശ്രുതി പറഞ്ഞതിന് അർത്ഥം ഇങ്ങനെയാണെന്ന് അറിഞ്ഞ് അയ്യമകന്റ് ഇത് സംബന്ധമായി നിനക്കുണ്ടായ സംശയങ്ങളെ എല്ലാം ഒഴിച്ച് നീ തെളിന്തിടായി, നീ തെളിയുക. മാനസജ്ഞാനത്തിന് ബ്രഹ്മം വിഷയമല്ല എന്നതിന്റെ അർത്ഥം ശമതമാതി സംസ്കാര രഹിത വിക്ഷിപ്ത മനസ്സിൽ നിന്നുണ്ടായ ജ്ഞാനത്തിന് ബ്രഹ്മം വിഷയമാകുകയില്ല. മാനസജ്ഞാനമായ ഫല വ്യാപ്യത്വം ബ്രഹ്മത്തിലില്ല. വൃത്തിയിൽ ചിതാഭാസം ഫലമെന്ന് ചൊല്ലപ്പെടും. അതിന് ബ്രഹ്മം വിഷയമാകയില്ല. കടം മുതലായ അനാത്മ പദാർത്ഥങ്ങളെ വൃത്തി അടയുമെങ്കിൽ അവിടെ വൃത്തി ചിതാഭാസം രണ്ടിനും ഘടം മുതലായ പദാർത്ഥങ്ങൾ വിഷയമാകുന്നു. ബ്രഹ്മാകാര വൃത്തിയിലുള്ള ചിതാഭാസന് ബ്രഹ്മം വിഷയമല്ല. വൃത്തി മാത്രത്തിന് ബ്രഹ്മം വിഷയമാകുന്നു. കേവല വൃത്തി, അതാണ് പറഞ്ഞത്, വൃത്തി മാത്രം മതി, കേവല വൃത്തി മാത്രം മതി. ബ്രഹ്മാകാരം എന്ന് വെച്ചാൽ അഖണ്ഡാകാരം. ഈ അഖണ്ഡാകാരമായിട്ടുള്ള വൃത്തി അത് മാത്രം മതി. അത് ബ്രഹ്മത്തെ വിഷയം ചെയ്യുമോ? അതാണ് പറഞ്ഞത്. ഇത് നമ്മൾ വേറെ വൃത്തി പറഞ്ഞത്, ഈ ബ്രഹ്മാകാര വൃത്തിജ്ഞാനം കൂടസ്ഥരെ മറച്ചിരിക്കുന്ന ആവരണത്തിന് മാറ്റും എന്ന് പറയുന്നത്. അതിന്റെ വൃത്തി മാത്രം മതി. ചിതാഭാസം എന്ന ഫലത്തോടു കൂടിയ വൃത്തി ഇവിടെ ആവശ്യമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് മോക്ഷത്തിന് പോലും ആഗ്രഹിക്കരുത്, ഇച്ഛിക്കരുത്. ആശയെ അറിവിൻ ഈശ്വരോടായിനും ആശയെ അറിവിൻ.
ആശയ പടപ്പട തുമ്പം താനെ ആശയം ഇടവിട ഇമ്പം താനെ. ആശയം പറയുമ്പോൾ അത് ചിതാഭാസനാണ്. എനിക്ക് എന്തെങ്കിലും ആഗ്രഹത്തോടു കൂടി കാണണമെന്ന് വിചാരിക്കും ചിതാഭാസനാണ്. എന്നാൽ സാമാന്യമായിട്ട് എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് സാക്ഷിയുമാണ്. സാമാന്യമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന് പർട്ടിക്കുലറായിട്ട് അറിയാൻ ശ്രമിച്ചാൽ അത് ചിതാഭാസ രൂപം കൂട്ട അത് ചുരുങ്ങികളയും. ഖണ്ഡാകാരമായിട്ടുള്ളത് ചുരുങ്ങി ഖണ്ഡാകാരമായി മാറും. അതിന് ഇതിന്റെ സൂത്രം തന്നെ ഒത്തിരി പറയുന്നു. ഒന്നും കാണരുത്, ഒന്നും കേൾക്കരുത്, ഒന്നും മുടക്കരുത്, ഇരിക്കരുതെന്നൊക്കെ പറയുന്നതിന്റെ കാര്യം അതിനല്ല അർത്ഥം. അതിനെ ചുരുക്കി കാണുന്നതിന്, ചുരുക്കി കാണാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് മഹത്തുക്കളെല്ലാം ഒന്നിനെയും നോക്കുന്നില്ല. പവന്മാരെയൊക്കെ കണ്ടാൽ അറിയാം, അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ അവരൊന്നിലും അവരുടെ ദൃഷ്ടി പതിയില്ല. അവരങ്ങനെ ഇരിക്കുന്ന ഏതിലാണ് പ്രവാദിയിലിരിക്കുന്നത്, അകണ്ടാകാര വൃത്തിയിലിരിക്കുക. ഇത് നമുക്കും ചെയ്യാം. മഹത്തുക്കൾ എന്ന് പറയുന്നത് നമ്മളെ വിട്ട് വേറെ എന്തോ വലിയ പ്രത്യേകത ഒന്നും പറയാനില്ല. എല്ലാവരിലും ഈ ഒരു ഭാവമുണ്ട്. ആരാണോ ശ്രമിക്കുന്നത് അവർക്കാവാം. പിന്നെ തുച്ഛമായ ലോക വിഷയങ്ങളിൽ വൈകാരിക മനസ്സിനെ വെച്ച് ഇങ്ങനെ നിരന്തരമായിട്ട് അഭ്യാസം ചെയ്യുന്നത് പാടാണ്. അതിനെല്ലാം തുച്ഛമെന്ന് എണ്ണി എന്തിനു തുച്ഛം നാരായണ ജയ എന്നൊക്കെയുള്ള ഭാവം ഇതിൽ കൊണ്ടുവരാൻ പറഞ്ഞതാണ്. തുച്ഛമെന്ന് കാണാതിരുന്നാൽ എല്ലാത്തിനും വലിയ വില കൊടുത്ത് നമ്മൾ ഈ മനസ്സിനെ നശിപ്പിച്ച് പറയില്ല, മനസ്സിനെ ദുഷിപ്പിച്ചില്ലാതാക്കി കളയും. ഈ മനസ്സിന്റെ യഥാർത്ഥ ഗുണത്തെ കവർന്നാണ് ഈ രജോഗുണങ്ങളിൽ കയറിയിരിക്കുന്നത്. അത് അവിദ്യയാണ്. ഇതാണ് വാസ്തവത്തിൽ അവിവേകം കൊണ്ട് നമുക്കിവിടെ സംഭവിച്ചത്. അല്ലാതെ നമുക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. വിവേകം കൊണ്ട് തന്നെ ഇതിനെ തടുക്കാൻ സാധിക്കും. ആ വിവേകം കൊണ്ട് തന്നെ ഇതിന്റെ യഥാർത്ഥ സ്വരൂപം നമുക്ക് വെളിവാവുകയും ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത് കേവലം വിവേകം കൊണ്ട് തന്നെ, അതാണ് കേവല വിചാരം കൊണ്ട് തന്നെ ഈ ജ്ഞാനം ഇതിന് സംഭവിക്കുമെന്ന് പറയാൻ കാരണം. അല്ലാതെ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ തലകുത്തി നിൽക്കുകയോ ഒന്നും ചെയ്യണ്ട, വേറെ ഒരു വക കാര്യങ്ങളും ചെയ്യണ്ട എന്നുള്ള പക്ഷക്കാരാണ് ജ്ഞാനപക്ഷക്കാർ. അതാണ് ജ്ഞാനം. ഇതിൽ പറഞ്ഞില്ലേ, ഇതില് കർമ്മകാണ്ഡികള്, ജ്ഞാനകാണ്ഡികള്, പിന്നെ യോഗകാണ്ഡികൾ, ഇങ്ങനെ പലതായിട്ട് ഉപാസനാ മാർഗക്കാര്. ഇതില് ജ്ഞാനക്കാർ പറയുന്ന ഇതാണ്, ജ്ഞാനമാർഗികൾ പറയുന്നത് കേവലം വിവേകം കൊണ്ട് തന്നെ ഈ സാക്ഷാത്കാര ജ്ഞാനത്തെ നിനക്ക് വളരാൻ സാധിക്കും. നീ നിത്യമുക്തനായിരിക്കുന്ന ആത്മാവാണ്. നീ ഒന്നിനും സംബന്ധിച്ചിട്ടില്ല. പക്ഷെ നിനക്കത് അറിയാൻ പറ്റുന്നില്ല, അറിഞ്ഞിട്ടില്ല, ശ്രമിച്ചിട്ടുമില്ല. അതിന് ശ്രമിക്കുന്ന സമയത്ത് അത് നിനക്ക് കരതലാമലകം പോലെ നിനക്ക് വ്യക്തമാവും. ഇതാണ് സത്യം. ഇപ്പൊ നീ എന്തോ കാണുന്നവനായിട്ട് ഇരുന്ന് കാഴ്ചകൾ കണ്ട് ത്രിപുടി രൂപമായിട്ട് ഇതില് ഒരു സംസ്കാരത്തെ വെച്ച് പുലർത്തി നീ ഇങ്ങനെ കഴിയുകയാണ്. ഇതെന്റെ ഒരു സ്വഭാവമാണ്. ഇതിന് പരിവർത്തനം വരുത്തണം. ഇതിങ്ങനെ ഇരിക്കെ തന്നെ ആ സാക്ഷിയാണ് ഇതിനെ പ്രകാശിപ്പിച്ചിരിക്കുന്നതെന്ന് അറിയണം. അറിഞ്ഞില്ലേ, നാടകശാലയില് ആ വിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിനെ ആരും കാണുന്നില്ല. പക്ഷെ ആ നാടകശാലയെയും ആ തിരശ്ശീലയെയും അതിന് പുറകെ അഭിനയിക്കുന്നവരെയും എല്ലാം നമ്മൾ കാണുന്നു. അപ്പൊ കാണുന്നതെങ്കിലും വിളക്ക് അറിയുന്നില്ല. വാസ്തവത്തിൽ വിളക്കാണ് ഇതിന്റെ എല്ലാത്തിന്റെയും പ്രകാശിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആരെങ്കിലും വിളക്കിന് ശ്രദ്ധിക്കും, പ്രകാശത്തിന് ആരും ശ്രദ്ധിക്കുന്നില്ല. ഇതുപോലെ ഇതെല്ലാത്തിനെയും ആരാണ് പ്രകാശിപ്പിച്ചിരിക്കുന്നത്? ഈ സൂര്യനാണോ സുരേഷ്? ഈ ഇന്ദ്രിയങ്ങളാണോ? ഇതിനെ എല്ലാത്തിനെയും പ്രകാശിപ്പിച്ചിരിക്കുന്നത് ആത്മാവാണ്. അതാണ് ആത്മാ സച്ചിദാനന്ദന രൂപം എന്ന് പറയുന്നത്. സത്വം എന്ന് പറയുന്നത് ഉണ്മ, ചിത്തം എന്ന് പറഞ്ഞ പ്രകാശം തന്നെ. ഒരു പ്രകാശത്തെയാണ് ചിത്തം എന്ന് പറയുന്നത്. സൂര്യനെ വളർത്തിയിരിക്കുന്നത് ഈ ചിത്തമാണ്. ആനന്ദം എന്ന് പറഞ്ഞ സുഖത്തെയല്ല പറഞ്ഞത്. അത് ഇതൊക്കെ ചിത്ഖനമായിരിക്കുന്ന ഒരു സാന്ദ്രാനന്ദാവബോധമാണത്. ഘനീഭവിച്ചിരിക്കുന്ന ഒരു ബോധമാണ്. ഇതാണ് നമ്മുടെ സ്വരൂപം. ഇത് പ്രകടമാണ്. സുരേഷ് നമുക്ക് അറിഞ്ഞൂടാന്ന് പറയുന്ന ഈ സാധനം എല്ലാവർക്കും പ്രകടമാണ്. വാസ്തവത്തിൽ അതാണ് നമ്മളുടെ മൂലമായിട്ട്, നമ്മുടെ മുതലായിട്ട് ഇരിക്കുന്നത്. ഇതിനെ വിസ്മരിക്കുക എന്ന് പറയുന്ന ഒരു കുറ്റം എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചിട്ട് മതത്തുകൾ പറയുന്നത് ഈ അജ്ഞാനം എങ്ങനെ വന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ ആൻസർ ഇല്ല, നോ ആൻസർ. ഈ അജ്ഞാനം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യനും പറഞ്ഞിട്ടില്ല. അവർ പറയുന്നത് എന്തിനാണ്? ഈ അജ്ഞാനം എന്നുള്ളത് ഉണ്ടായിട്ടേ ഇല്ല.
ഇതിന്റെ അർത്ഥം പോലും വിചാരിച്ചറിയാനുള്ളതാണ്. കാരണം ഈ ജീവിതത്തിൽ വിളയാടുമ്പോഴും പ്രതക്കായിട്ട് താൻ ആത്മാവായിട്ട് ബ്രഹ്മമായിട്ട് എഴുതിയിരിക്കുന്നു. ഇതിനെ ഒരു പറയുന്നത് ഒന്ന് തിരിഞ്ഞു നോക്കാനുള്ള ഒരു സമയമോ സന്ദർഭമോ നമ്മൾ ജീവിതത്തിൽ കൊടുക്കുന്നില്ല. മനസ്സിലായില്ലേ? നമുക്കൊരല്പം നമ്മുടെ ആരോഗ്യവും നമ്മുടെ സുഖവും എല്ലാം വാസ്തവത്തില് പുണ്യമായിട്ടിരിക്കുന്നതാണ്. ഈ പുണ്യം കൊണ്ട് തന്റെ സ്വരൂപത്തെ തിരിച്ചറിഞ്ഞ് ജനനമരണ സംസ്കൃതിയിൽ നിന്ന് ദുഃഖത്തിൽ നിന്ന് മാറണം. ഇതാണ് നമ്മുടെ ജന്മ ഉദ്ദേശം. ഈ ഉദ്ദേശത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് പോലും അവർക്കും ഈ പറയുന്ന ജീവചേലുകൾ എഴുതി വരും. മനസ്സിലല്ലേ? അത് എന്താണെന്നറിയാമോ? വാസനയാണ്. കടുത്ത വാസനയൊന്നും മാറ്റമില്ല. ഒരു ജന്മ വാസന ഇരുന്നോട്ടെ കുഴപ്പമായി. പക്ഷെ ഇത് തിരിച്ചറിയാം. ഇതില് അടുത്ത് എവിടെ അത് പറഞ്ഞു കേട്ടില്ല, എവിടെ പോകേണ്ട കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ കഴിയും. ഒരുപാട് കാര്യങ്ങൾ അതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അടുത്ത ആഴ്ച ക്ലാസ് അത് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ തുടർച്ച ഒക്കെ കൂടെ വായിച്ച് നമുക്ക് നിർത്താവുന്ന സമയമായിരിക്കും. അപ്പൊ ഇതാണ് മാനസജ്ഞാനത്തിന് ബ്രഹ്മം വിഷയമല്ല എന്നതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം എന്നറിയാമോ? ശമതമാവധി സംസ്കാരരഹിത വിക്ഷിപ്ത മനസ്സിന് ബ്രഹ്മ വിഷയമല്ല. അതുകൊണ്ടാണ് നമ്മുടെ വൈകാരിക മനസ്സിന് ഇല്ല. മാനസജ്ഞാനമായ വ്യാപകത്വം ബ്രഹ്മത്തിലില്ല. ചിതാഭാസം ഫലം എന്ന് ചൊല്ലപ്പെടും. അതിന് ബ്രഹ്മം വിഷയമാകുകയില്ല. കടം മുതലായ അനാത്മ പദാർത്ഥങ്ങളെ വൃത്തി അടയുമെങ്കിൽ അവിടെ വൃത്തി ചിതാഭാസം രണ്ടിനും കടം മുതലായ പദാർത്ഥങ്ങൾ വിഷയമാകുന്നു. ബ്രഹ്മാകാര വൃത്തിയിലുള്ള ചിതാഭാസന് ബ്രഹ്മ വിഷയമല്ല. വൃത്തി മാത്രത്തിന് ബ്രഹ്മ വിഷയമാകും. ഇത്ര മനസ്സിലാക്കിയാൽ മതി. കേവലം വൃത്തി മാത്രം മതി. അതിൽ അറിയണമെന്നുള്ള ഇച്ഛയില്ലാതെ നിന്നാൽ മതി. ബലത്യാഗത്തിൽ നിന്ന് കേവല വൃത്തി ഇല്ലെങ്കിൽ എന്ത് പറ്റുന്നൊരു വിക്രമം ഉറങ്ങിപ്പോ അടുത്ത സുഷുപ്തി വരാതിരിക്കാനാണ് ആ വൃത്തി അതിൽ വേണമെന്ന് പറഞ്ഞു. വൃത്തി വേണം, വൃത്തിയിൽ എങ്ങനെ നിൽക്കണം. അതല്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ അടിച്ചുകൊണ്ട് പോയില്ല അവിടെ ഇടും. തമസും ഈ സത്വഗുണവും ഒരു വളരെയധികം സിമിലാരിറ്റി ഉണ്ടെന്ന്. ഒന്ന് തമസ് കൊണ്ടുപോയി കളയും. തമസ് വിഴുങ്ങിയാണ് സുഷുപ്തിയിലായിട്ടിരിക്കുന്നത്. ഇതേ സത്വത്തിൽ ഇരിക്കുന്നതാണ് വൃത്തി മാത്രമായിട്ടിരിക്കുന്നത്. അതാണ് സമാധി. ഇത് സമാധിയാണ്. അങ്ങനെ താൻ മാത്രമായിട്ടൊരു ഇരുത്ത എത്രയോ സമയമായിരിക്കും. ഈ സമാധിയെ ഉണ്ടാക്കാനാണ് പോലും നമ്മൾ പരിശ്രമിക്കാനുള്ളത്. ഈ സമാധി എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഇത് വിഘ്നപ്പെടുന്നതെന്ന് വെച്ചാൽ ലോക വിഷയങ്ങളാണ്. ഇതിൽ വരുന്ന സത്യബുദ്ധിയാണ്. ഇത് സംബന്ധിച്ചാണല്ലോ രാഗദ്വേഷങ്ങൾ നമുക്ക് ഉണ്ടാവുന്നത്, അല്ലേ ക്രമം? ഈ രാഗദ്വേഷങ്ങളെ തന്നെയാണ് ഖണ്ഡവൃത്തി എന്ന് പറയുന്നത്. ഇതില്ലാതെ ഇരിക്കാൻ നമുക്ക് സാധിച്ചെങ്കിൽ തീർച്ചയായിട്ടും പറയണം അഖണ്ഡാകാരമായ വൃത്തി പരിണാമം ഉണ്ടാവും. അത് ഉടനെ തന്നെ ആ ബ്രഹ്മാകാര വൃത്തിയെ ഉണ്ടാക്കി ആ കൂടസ്ഥനെ ദർശിപ്പിക്കും. കൂടസ്ഥനത്തെ തന്റെ യഥാർത്ഥ രൂപത്തെയാണ് കൂടസ്ഥം എന്ന് പറയുന്നത്. ഇപ്പൊ അതിലാണ് വെറുതെ ഈ തോന്നലുകളായിട്ട് അതും ഇതുമൊക്കെ കാണുന്നത്. അതിൽ തന്നെയാണ് വാസ്തവത്തിലുള്ളത്. ആത്മാ മാത്രം, ബ്രഹ്മ മാത്രം എന്ന് പറയും. അതിൽ മറ്റതെല്ലാം എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ച് വേദം പറഞ്ഞിരിക്കുന്നു കേവലം അധ്യസ്ഥമായിരിക്കുന്നു. അതിൽ തോന്നലുകളായിട്ടിരിക്കുകയാണ്. അതിൽ അറിയപ്പെടുന്ന വിഷയങ്ങളായിട്ടിരിക്കുകയാണ്. അറിയപ്പെടുന്ന വിഷയങ്ങളൊന്നും അറിവാകുകയില്ല. പക്ഷെ അറിയപ്പെടുന്നതിനൊക്കെ തിരഞ്ഞു ചെന്നാൽ അറിവിനെ അറിയുകയും ചെയ്യാം. ഇതാണ് അതിന്റെ സൂത്രം. ഇതിനെ തിരഞ്ഞു ചെന്നാൽ അറിയപ്പെടുന്നത് വേറല്ല അറിവായിടും തിരഞ്ഞിടുന്നേ. തിരയാതിരുന്നാൽ പറ്റില്ല. അതിനെ തിരഞ്ഞു ചെന്നാൽ അത് അറിവെന്ന് വെച്ചാൽ ആത്മാവിന്റെ വേറൊരു പേരാണ് അറിവ്. അറിവ് സ്വരൂപം, അറിവേ സ്വരൂപം, ആത്മസ്വരൂപത്തിന്റെ വേറൊരു പേര്. ഇങ്ങനെ പല രൂപത്തിൽ ആത്മാവിനെ ഇവര് പറയുന്നുണ്ട്. ഇതാണ് സ്വാമി എഴുതിയിരിക്കുന്നത് കേട്ടോ. വൃത്തി മാത്രത്തിന് ബ്രഹ്മം വിഷയം. കേവല വൃത്തി മാത്രത്തിനാണ് ബ്രഹ്മം വിഷയമാവുന്നത്. മനസ്സിന്റെ വിഷയത്വം ബ്രഹ്മത്തിന് നിഷേധിക്കപ്പെട്ടതുപോലെ ശബ്ദത്തിന്റെ വിഷയവും നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ ശബ്ദജന്യ ജ്ഞാനത്തിന് ബ്രഹ്മം വിഷയമല്ലെന്ന് അർത്ഥമാക്കിയാൽ മഹാവാക്യവും ശബ്ദരൂപമായതിനാൽ അതുകൊണ്ടുണ്ടാകുന്ന ജ്ഞാനത്തിനും ബ്രഹ്മം വിഷയമല്ലെന്ന് വരും. അത് സിദ്ധാന്തത്തിന് വിരോധമാകുന്നു.
അതിനാൽ നിഷേധവചനത്തിന്റെ അർത്ഥം ശബ്ദത്തിന്റെ ലക്ഷണാവൃത്തിജന്യ ജ്ഞാനത്തിന് ബ്രഹ്മ വിഷയമാകുന്നു എന്നല്ലാതെ ശബ്ദത്തിന്റെ ശക്തിവൃത്തിജന്യ ജ്ഞാനത്തിന് അല്ലെന്നും അങ്ങനെ തന്നെ ലക്ഷണാവൃത്തിജന്യ ജ്ഞാനത്തിലും ആവരണനാശരൂപവൃത്തി മാത്ര വിഷയത്വം ബ്രഹ്മത്തിന് ഉണ്ടെന്നല്ലാതെ ചിതാഭാസരൂപ ഫലത്തിന് ബ്രഹ്മം വിഷയമല്ലെന്നും ആകുന്നു. ഇതൊക്കെ നല്ലപോലെ വിചാരം ചെയ്ത് അറിയേണ്ട കാര്യങ്ങളാണ്. നല്ല ഈ രൂപത്തിലെ ശാസ്ത്രജ്ഞാനങ്ങൾ ഇതിൽ കുറിയ തീരും. ശാസ്ത്രങ്ങൾ ശ്രുതി ഇതിനെ എങ്ങനെയാണ് പറഞ്ഞു പോകുന്നത്? ഇത് മനസ്സിന്റെ നമ്മളുടെ സാമാന്യമായ യുക്തിക്കോ മനസ്സിനോ എത്തുന്നതല്ലത്. പക്ഷെ ശാസ്ത്രം ഇതിലെങ്ങനെയാണ് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് എന്നുള്ളത് കേട്ടിട്ട് നല്ല മനനം ചെയ്തു. ശാസ്ത്ര മനനം ഇത് പറഞ്ഞില്ലേ, ഇതില് ശാസ്ത്രത്തില് അതുമാണ്. അതെന്ന് വെച്ചാൽ അത്ര ഇതെടുക്കുക, എന്നാലും ശാസ്ത്രത്തിന്റെ മനനവും വേണം. ശാസ്ത്രചിന്ത, വേദചിന്ത, ശ്രുതിചിന്ത, ഇതൊക്കെ നമുക്ക് ഇതിൽ ആവശ്യമാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ടാണ് നമുക്ക് ആ ഒരു മനസ്സ് കൽമഷമറ്റ് ഈ അഖണ്ഡാകാരമാകുന്നു. ഈ അഖണ്ഡാകാരമായി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും അറിയണ്ട. സുരേഷ് തന്റെ സ്വരൂപം വ്യക്തമായി കഴിഞ്ഞു. ഇതിനെയാണ് ഇവർ പറയുന്നത് നാലാം ഭൂമിയിൽ വന്നു എന്നും ഇവരാണ് ജീവൻ മുക്തനായെന്നൊക്കെ പറയുന്നത്. ഇവിടെയാണ്, ഈ സ്ഥാനത്തെയാണ്. ഈ നിർവികൽപ്പ നില വരാതെ ഇരുന്നിട്ടില്ല. ആളുകൾക്കൊക്കെ വരും. ഇവർ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഒരു വൃത്തി കഴിഞ്ഞ അടുത്ത വൃത്തി വരുന്നതിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് ഈ നിർവികൽപ്പമാണ്. അവർ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഒരു വൃത്തി ഇപ്പൊ നമുക്കൊരു വലിയൊരു ആഗ്രഹം, മോനെ ഒന്ന് കണ്ടെങ്കിൽ എന്ന് സ്വാമി പറയും. അവ എവിടെ പെർസിൽ എവിടെ ഇരിക്കുകയാണ്. പെട്ടെന്നാണ് പൊടുന്നവരെ അവനെ കാണാനിടയായി. പെട്ടെന്ന് തന്നെ ഒരു മനസ്സ് നിന്നെന്നാണ് പറയുന്നത്. മനസ്സവിടെ നിന്നു. അത് തന്നെയാണ് സുഖമായി വന്നത്. പക്ഷേ അത് കഴിഞ്ഞുടനെ ചെറുക്കന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ദൈവമേ ഇനി അതിനെന്ത് ചെയ്യാന്നുള്ളതായി. എന്തായാലും അടുത്ത വൃത്തിയിലേക്ക് പോയി. പക്ഷെ ഇത് ഇടയ്ക്കൊരു ഗ്യാപ്പ് കൊണ്ടുപോയി. ഇത് അടുത്ത വൃത്തി വരണ്ടേ? ഒരു വിചാരം കഴിഞ്ഞ് അടുത്ത വിചാരം വരുന്നതിന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇതിനെയാണ് ഇത് നിർവികൽപ്പമാണ്. ഇവിടെ ഒന്നുമില്ല. അവിടെ ആ ഒരു സ്ഥലം നമ്മള് ഇടയൻ എന്നൊക്കെ പറയുന്ന രീതിയില് ഇടയൻ, ഹാർട്ടിടയൻ, നടുന്നില്ല ഇതൊക്കെ പറയും. ഇങ്ങനെ അപ്പൊ ഇത് നോക്കിയോളെ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ജീവിതത്തില് പോയില്ലെങ്കിൽ പിന്നെ ഇതൊന്നും ഒരു സുഷുപ്തി വന്നിട്ട് നമ്മളെ വിഴുങ്ങി നിന്നോണ്ട് പോകും. ഉറക്കത്തിന് നമുക്ക് പാടില്ലല്ലോ. എന്തിനായിക്കോട്ട് പോട്ടെ, വീഴ്പാടോ ഉറക്കം. അവിടെ നല്ല സച്ചിന്തകൾ കൊണ്ട് ആ സമാധി ഉണ്ടാകുന്ന ഇതിന് പറഞ്ഞു, ഇത് നിർവികൽപ്പ സമാധി എന്ന് പറഞ്ഞാൽ അഭ്യാസം കൊണ്ട് മാത്രം വരുന്നതാണ്, അല്ലാതെ ഒരിക്കലും വരില്ല. കാരണം എത്രയോ ജന്മത്തെ പഴക്കമാണ് ഈ സുഷുപ്തി. ഇതിന്റെ സാരം ഭക്തി, ഉപാസന, ധ്യാനം എന്നീ സാധനങ്ങൾ പൂർണ്ണമായി തികഞ്ഞിരിക്കുന്നവരാൽ അറിയപ്പെടാൻ സാധിക്കുന്നതാണ്. തത്വമസി മഹാവാക്യ അർത്ഥത്തെ ഗുരുമുഖമായി ഗ്രഹിച്ച് തൊമ്പതത്തിന്റെയും തൽപദത്തിന്റെയും അർത്ഥത്തെ നന്നായി അറിഞ്ഞ് ജ്ഞാനികൾ മാത്രം അറിയുന്നു. രൂപാദി വിഷയങ്ങളെ ഗ്രഹിക്കുന്ന നേത്രാദികളായ ഇന്ദ്രിയങ്ങളെയും അതിക്രമിച്ചിരിക്കുന്നതും പ്രത്യേകാത്മാവിന്റെ സാന്നിധ്യം നിമിത്തം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന അന്ധകരണത്തിന്റെ വൃത്തിയിൽ ജ്ഞാനരൂപമായി വിളങ്ങുന്നതും അറിയപ്പെടുവാൻ കഴിയുന്ന സകല പദാർത്ഥങ്ങളും അല്ലാതിരിക്കുന്നതും ബുദ്ധിവൃത്തിയാൽ അനുഭവിച്ചറിയാൻ കഴിയുന്നതും ഉണ്ട് എന്ന ബോധരൂപമായി വിളങ്ങുന്നതും ആനന്ദസ്വരൂപമായതും അതല്ലാതെ മറ്റൊന്നിനോടും ചേരാതെ സ്വയം പ്രകാശവുമായി ഇരിക്കുന്ന ഇതിനെ ജ്ഞാനികൾ ഈശ്വരൻ എന്നറിയുക. വസ്തുമാത്രാതീതം കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുകയില്ല, വാക്കുകൊണ്ട് പറവാൻ കഴിയുകയില്ല, ഇന്ദ്രിയങ്ങളെ അധിവസിക്കുന്ന ദേവന്മാർക്കും അറിഞ്ഞുകൂടാ. തപസ്, യാഗാദി കർമ്മങ്ങൾ ഇവയെ കൊണ്ടും ലഭിക്കുകയില്ല. ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്തതിനാൽ വസ്തു തന്നെ ഇല്ലെന്ന് ധരിക്കരുത്. സ്വാത്മ വികാസാത്മാ വിബോധമാകുന്നു. അന്ധകരണ വൃത്തിയിൽ ബോധരൂപമായി വിളങ്ങുന്നു.
ജഡമായ അന്ധകരണം പ്രത്യേകാത്മാ സാന്നിധ്യം നിമിത്തം പ്രകാശിക്കുന്നു. അപ്പോഴുണ്ടാകുന്ന വൃത്തിജ്ഞാന സാക്ഷാൽ ജ്ഞാനരൂപാത്മാവിന്റെ പ്രതിബിംബമാകുന്നുവെന്ന് സാരം. ഇങ്ങനെ പറഞ്ഞതിനാൽ ബോധത്തിന് വിഷയമായി എന്ന് ധരിക്കരുത്. ജ്ഞേയാതീതമാകുന്നു, അറിയപ്പെടാൻ കഴിയുന്ന യാതൊരു പദാർത്ഥവുമല്ല, അറിയപ്പെട്ട വസ്തുക്കളുമല്ല. ഈ അറിവ് വിഷയമാകയാൽ വസ്തുക്കളിൽ നിന്ന് അന്യമായതാണ് അറിവ് എന്ന് എത്രയും സ്പഷ്ടമാകുന്നു. ഇതിലേക്ക് ഞാൻ പറഞ്ഞു പോവുകയാണ്. ഒരിക്കലും ഇതൊരു വിഷയമല്ലെന്ന് പറയുമ്പോൾ തന്നെ അറിയാം. ഇത് കാണപ്പെടുകയോ അറിയപ്പെടുകയോ രുചിക്കുക, സങ്കല്പിക്കുക, നിശ്ചയിക്കുക അങ്ങനെ ചെയ്യുന്ന രൂപത്തിൽ ഇത് വെളിപ്പെടുന്നതല്ല. ഇത് എല്ലാത്തിൻ്റെയും ആധാരമായി അധിഷ്ഠാനമായിരിക്കുന്നു. അതിനെ ഒന്നിനാലും ദർശിക്കാൻ പറ്റില്ല. ഇനി അതിനെ ദർശിക്കണമെന്ന് വിചാരിച്ചാൽ ശാസ്ത്രം പറയുന്ന അനവസ്ഥ ദോഷത്തിലേക്ക് പോകും, അനവസ്ഥയിലേക്ക് പോകും. ഒന്നിനറിയാം വേറെ എന്നുള്ള മട്ടിൽ പോകും. അങ്ങനെയല്ല, അതായിട്ട് താനായി ഇരുത്തലേ തന്നെ അറിയുന്നല്ല, താനായി ഇരിക്കുന്നത് തന്നെ അറിയുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. വയ്യനേ എന്നുള്ള നിന്റെ തന്റെ ജന്മങ്ങളാണ് വയ്യനെ ഉപദേശിക്ക വെളിവന്ന ഗുരുവേ പോറ്റി